ടൈം രാവിലെ 6:30. ഞാനിപ്പോ പർദ്ദ കെട്ടങ്ങട്ടാ പോണേന്നാവൂലേ? നേരം കിട്ടില്ല, മദ്രസയിൽക്കാണ്. രാവിലെ 6:30 മദ്രസ സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ ഇവിടുന്ന് ഇറങ്ങലും 6:00 തന്നെ. ഒന്നാമത് ഈ തട്ടൊക്കെ ചുറ്റി കെട്ടി ലെവലായി കിട്ടണല്ലോ. തട്ടത്തുമ്പോ ചുറ്റി കളിക്കുന്ന കണ്ട അപ്പച്ചി പറയും എനിക്ക് നിസ്കാര കുപ്പായത്തിന് മക്കനിട്ട് പോയിക്കൂടെ. വീട്ടിൽ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ മദ്രസ. അതിനോണ്ട് തന്നെ 6:30 ഇറങ്ങണത്. പിന്നെ മദ്രസ പോയി വന്നിട്ട് കാണാം. മദ്രസ തൊട്ട് ചായയുടെ ഒക്കെ കഴിഞ്ഞപ്പോ ഉമ്മ പറയാ ഒന്ന് അടിച്ചായിരിക്കൂടെ. ഞാൻ കുറെ അവിടെ കുറച്ച് കയ്യട്ടെ എന്നൊക്കെ പറയും. പിന്നെ വൈകുന്നേരം ആയാലും ഞാൻ തന്നെ അടിച്ചാലണ്ടേ. അടിച്ചു വരുമ്പോ നല്ലോണം മുക്കും മൂലയും തട്ടി അടിച്ചാരാൻ പറയും. അതിനോണ്ടാണ് ഞാൻ ഓരോ സൈഡിൽ നിന്ന് അടിയെന്നൊക്കെ ഇങ്ങനെ ചൂലിട്ട് വലിക്കുന്നത്. അടിച്ചാരി കഴിഞ്ഞാൽ ഉമ്മന്റെ ഒരു വരവുണ്ട്. എവിടെങ്കിലും ചണ്ടി ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട്. ചണ്ടി ഉണ്ടെങ്കിൽ പിന്നെ അടിച്ചാരേണ്ടി വരും. അതിനോണ്ടാണ് ഞാൻ ഈ മുക്കും മൂലയും തട്ടി അടിച്ചാരുന്നത്. എന്നോടാ കളി. അങ്ങനെ ഒരു റൂം അടിച്ചാരി കൈ അടിച്ചുവാരില് പിരിച്ചായി കുറച്ച് ഐസ് വാട്ടർ കുടിക്കാൻ ഫ്രീസർ തുറന്നു നോക്കിയപ്പോ ഐസ് ട്രേയിൽ ഒരു ഒറ്റ ഐസ് പോലും ഇല്ല. ഇപ്പുറത്തേക്ക് നോക്കിയപ്പോ ഒരു ബൗളിൽ ഫുൾ ഐസ്. എന്താ ഇതിനൊരു പ്രത്യേക ഷേപ്പ്. ഐസിനൊരു പിടിയൊക്കെ വെച്ചെടുത്ത മാതിരിണ്ടല്ലോ. മുറ്റത്തേക്ക് നോക്കിയപ്പോ ഇവിടെ മൈലാഞ്ചിപഴം തീയിടുന്ന തിരക്കിലാണ്. പിന്നെ ലൈൻമേലേക്ക് തൂങ്ങിക്കുന്ന കൊമ്പുകളൊക്കെ വെട്ടി എല്ലുകൂടി കൂടെ കൂട്ടി തീയിടുന്ന പണിയാണ് ഇപ്പച്ചയ്ക്ക്. മൈലാഞ്ചിമരൊക്കെ നല്ല ഉണങ്ങിക്കണം. ഇപ്പം വെട്ടിയ ഇലകളൊക്കെയാണ് പച്ച. എന്തായാലും വേണ്ടിയില്ല, കത്തിനൊക്കെ അങ്ങോട്ട് കത്തിക്കോട്ടെ വിചാരിച്ച് ഇപ്പച്ച അങ്ങോട്ട് കത്തിച്ചും ചെയ്തു. നല്ലോണം ആളി കത്തിനുണ്ടപ്പോ ഉമ്മ പറഞ്ഞു അപ്പുറത്തുള്ള കൊമ്പുകൾ കൂടെ നട്ടിട്ടെടുത്താള്. അപ്പൊ ഞാൻ അതൊക്കെ എടുത്ത് തീയിലേക്ക് ഇട്ടെടുത്തു. അതുകൊണ്ട് ഉമ്മ പറയാണ് ഈ എന്താ പോത്തിനും ആടിനൊക്കെ തിന്നാൻ കൊടുക്കണ തീയിലേക്ക് ഇട്ട് കൊടുക്കണെന്ന്. ഈ ഉമ്മനെ കൊണ്ട് തോറ്റ് ഞാൻ. അപ്പൊ ശരിയേ.